നാളെ നമ്മളും വിട പറയും. ഈ പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന ഖബറടക്കം ചെയ്യും. പരിസര മഹല്ലുകളിൽ നിന്ന് ഈ സദസ്സിലേക്ക് വന്നെത്തിയിട്ടുള്ളതാകുന്ന ആളുകൾ ഒരുപക്ഷെ അവരവരുടെ ഖബറുകൾ എവിടെയായിരിക്കുമെന്ന് ആർക്കാണ് തീർച്ചപ്പെടുത്താൻ പറ്റുക? എവിടെയാണ്? സാധിക്കൂല. നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കുമോ നിങ്ങളുടെ ഖബർ അവിടെയാകുമെന്ന്? ഒരിക്കലുമില്ല. ചില ആളുകളുണ്ട് അവരവരുടെ കുടുംബക്കാരുടെ ഖബറിന്റെ ഭാഗം തഅയീൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ അടങ്ങും. ഒരിക്കലും ഇല്ല അങ്ങനെ. എവിടെയായിരിക്കും ഖബർ? ആർക്കെങ്കിലും തീർച്ചപ്പെടുത്താൻ പറ്റുമോ? ഒരാൾക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീൽ പാതിരാത്രി സമയത്ത് കൂട്ടുകാർ ആർക്കോ വേണ്ടി ഖബർ കുഴിക്കുന്നത് കാണുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത് കണ്ട് സ്വഹാബത്ത് അമ്പരപ്പോടുകൂടി മാറി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ യാമത്തിൽ വന്നുകൊണ്ട് ജന്നത്തുൽ ബഖീലത്തിൽ ചോദിക്കുകയാണ്, ലിമൻ ഹാദൽ ഖബറു, ലിമൻ ഹാദൽ ഖബറു, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഖബർ കുഴിക്കുന്നത് സ്വഹാബ? പാതിരാത്രി സമയത്ത് രഹസ്യമായി ആർക്ക് വേണ്ടിയാണ് ഖബർ കുഴിക്കുന്നത് സ്വഹാബ? സ്വഹാബത്ത് ആർക്കോ വേണ്ടി ധൃതിപ്പെട്ട് രാത്രിയിൽ തന്നെ ഖബർ കുഴിക്കുന്നതായി നബി തങ്ങൾ കണ്ടു. ഫഖാലു, ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലിറജുലിൻ മിനൽ ഹബശ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്ക് കടന്നു വന്ന് തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന ഇന്നാലിന്ന മനുഷ്യനില്ലയോ, സഹാബിയില്ലയോ? അദ്ദേഹം മരണപ്പെട്ടു പോയി നബിയെ, വഫാത്തായി പോയി നബിയെ. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഖബർ കുഴിക്കുന്നത്. ലിറജുലിൻ മിനൽ ഹബശ, എത്യോപ്യയിൽ നിന്ന് ഈ പരിശുദ്ധമായ മദീനയിലേക്ക് വന്ന് തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന ഇന്ന സ്വഹാബിയില്ലേ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഖബർ കുഴിക്കുന്നത് എന്ന് സ്വഹാബത്ത് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഒരു വാക്യം പറഞ്ഞു. അത് നമ്മുടെ ഹൃദയത്തിൽ തറക്കേണ്ട വാക്കാണ്. ശ്രദ്ധിക്കണേ. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരിമാരും ഹൃദയത്തിൽ ചേർക്കേണ്ട ഒരു വചനമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. ആരാധനക്കർഹൻ മറ്റാരുമില്ല സഹാബ, അല്ലാഹു അല്ലാതെ ലോകത്ത് ഒരാളുമില്ല ആരാധനക്കർഹൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ ജനിച്ച് കളിച്ച് വളർന്നതാകുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ മരണാസന്നമെടുത്തപ്പോ, അഥവാ മരണമടുത്തതാകുന്ന വേളയിൽ അദ്ദേഹം അല്ലാഹുവിന്റെ വിളിയാളത്തോടുകൂടി ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്ക് വരാൻ സൗഭാഗ്യം ലഭിച്ചവനാണ്. ഈ മദീനയിൽ വന്നു എന്ന് മാത്രമല്ല, ഈ പാവപ്പെട്ട മുഹമ്മദിന്റെ കരം പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാം മതം പുൽകിയവനാണ്.
ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുസ്ലിം ആകാൻ സൗഭാഗ്യം ലഭിച്ചവനാണ്. കേവലം ഒരു മുസ്ലിം മാത്രമല്ല, സ്വഹാബി എന്ന സമുന്നതമായ പദവിയിലേക്ക് എത്തിയ വ്യക്തിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകരുടെ ചാരത്ത് നിലകൊണ്ടതായ വ്യക്തിയല്ലയോ? ദിവസങ്ങൾ 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ഇതാ മരണപ്പെടാൻ സൗഭാഗ്യം ലഭിച്ചു പോയി. സ്വഹാബ ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഈ പുണ്യമാക്കപ്പെട്ട ഈ മദീനയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടതിന്റെ കാരണം നിങ്ങൾ അറിയണം സഹാബ. ഇവിടെ നിങ്ങൾ ഈ കുഴിക്കുന്ന ഖബറിൽ നിന്നാണ് അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ. ഓരോ സഹോദര സഹോദരിമാര് ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്, വചനമാ. എത്ര ആളുകൾ നമ്മൾ നിന്ന് പരിശുദ്ധമായ മദീനയിൽ മറവാടപ്പെട്ടിട്ടുണ്ട്. എത്രയെത്ര കുടുംബാദികൾ പരിശുദ്ധമാകുന്ന ജന്നത്തുൽ മുഅല്ലയിൽ പവിത്രമാക്കപ്പെട്ട മക്കയിൽ മരണപ്പെട്ട് കിടപ്പുണ്ട്. അല്ലാഹുവേ, അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ, നീ ഉയർത്തണേ അല്ലാ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ എവിടുന്നാണോ മണ്ണെടുത്തിട്ടുള്ളത് അവിടെ തന്നെയായിരിക്കും അവന്റെ ഖബർ ഉണ്ടാവുക. നബിയുനാ റസൂലുള്ളാഹി ആണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ ചില ആളുകളുണ്ട്, ചിലര് പറയും ഉമ്മ മക്കത്ത് വെച്ച് മതിച്ചു, എന്നാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയി, നാട്ടിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നീ മനസ്സിലാക്കണം, നിന്റെ ഉമ്മയെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് എവിടെയാ? ആ മക്കയിലെ പവിത്രമായ അവരെ എവിടെയാണോ അടങ്ങിയിട്ടുള്ളത് ആ പുണ്യമാക്കപ്പെട്ടതാകുന്ന സ്ഥലത്ത് നിന്നാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മദീനയിൽ വെച്ച് മരിക്കുക വലിയ ഭാഗ്യല്ലേ? മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫൽയുമിത് ഫീഹാ ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു ശഫീഉനാ റസൂലുള്ളാഹി. ആരെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയുമിത് ഫീഹാ, അവിടെ വെച്ചുകൊണ്ട് മരിക്കാൻ അവൻ കൊതിച്ചുകൊള്ളട്ടെ. ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു, അവനെ ശുപാർശ ചെയ്തവനെ സ്വർഗ്ഗത്തിൽ ഞാൻ എത്തിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൊതിക്കണം സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റകാമീൻ പറയും, ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ ബന്ധുക്കള് മക്കയിലോ മദീനയിലോ ഒക്കെ മരണപ്പെട്ട് കിടക്കുന്നവർ? ആരുടെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അവിടെ ഒരാൾ കൈ ഉയർത്തി. 2 3 ലേലം വിളിക്കുന്ന പോലെയാണ്. വേഗം കൈ ഉയർത്തി അല്ലേ? 4 ഇതാ 4 പേര്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. അവിടെ ഇവിടെയൊക്കെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ദറജ അല്ലാഹു ഉയർത്തട്ടെ. അപ്പൊ മദീനയിൽ വെച്ച് മരിച്ചാലും എവിടെ വെച്ച് മരിക്കാനും വളരെ കൊതിക്കണം. പ്രത്യേകിച്ച് മദീനയിൽ മരിക്കുന്നതിന് വലിയ കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വന്നത്, എവിടെയാണോ ഒരു മനുഷ്യനെ ഖബറടക്കുക അവിടെയായിരിക്കും അവന്റെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുണ്ടാവുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയാ നമ്മളൊക്കെ മരിച്ചു വീഴുക? ആർക്കെങ്കിലും തീർച്ചപ്പെടുത്താൻ പറ്റുമോ? അപ്പൊ ചിലര് ഗൾഫിൽ വെച്ച് മരിക്കുന്നുണ്ട്, ഖത്തറിൽ, UAE, ബഹ്റൈനിലൊക്കെ വെച്ച് മരിക്കുന്നവരുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവിടെ അടക്കാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴേക്ക് നാട്ടിൽ കൊണ്ടുവരണമെന്നുള്ളൊരു വാശിയോ വിഷയങ്ങളൊക്കെ ഉണ്ടായി ചിലപ്പോൾ ഇങ്ങ് കൊണ്ടുവരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? അവന്റെ ഖബർ എവിടെയാണോ ഈ നാട്ടില് നമ്മുടെ പരിസരത്ത്, പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് നടക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് അവനെ സൃഷ്ടിക്കാൻ എന്തെടുത്തിട്ടുള്ളത്? മണ്ണെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ദൂരത്ത് തിരിച്ചു വന്നിട്ടുള്ളത്. ഇവിടുന്ന് പോയവന് പോയിട്ടും തിരിച്ചിവിടെ തന്നെ എത്തിപ്പെട്ടു. ചിലരിവിടെ എത്തിപ്പെടുന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് പോയവന് അവിടെ വെച്ചൊരു മരണം ഉണ്ടായി. നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷിയും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് അവിടെ തന്നെ അടക്കാണ്, ഏതെങ്കിലും ഒരു പള്ളിയുടെ ചൂട്ടിൽ. അങ്ങനെ എത്ര ആളുകളുണ്ട്. അപ്പൊ എവിടെയാണ് നമ്മുടെ ഖബർ ഉണ്ടാവുക നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റൂല. എവിടെ വെച്ചാണ് മരിക്കുക നമുക്കറിയില്ല. അല്ലാഹു നല്ല മരണം നമുക്ക് സാധ്യമാക്കട്ടെ. മരിച്ച ഖബറിലേക്ക് ചെന്നാൽ സുബ്ഹാനല്ലാഹ്, ആ ഖബറിൽ നടക്കുന്ന ആദ്യത്തെ പ്രതിഭാസം എന്താണ്? ഖബറിൽ നടക്കുന്നത്, യാ റസൂലല്ലാഹ് മാ അവ്വലു മാ
يلقى الميت إذا دخل قبره إذا دخل قبره നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചുവത്രേ, അല്ലാഹുവിന്റെ റസൂലേ ഖബറിൽ ആദ്യമായി ഉണ്ടാകുന്ന സംഭവ വികാസമേതാണ്? മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ ഖബറിൽ ആദ്യമായി അവൻ അഭിമുഖീകരിക്കുന്ന വസ്തു എന്താണ്? ആദ്യമായി കാണുന്നതായ കാര്യമേതാണ്? ഏതാണ്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവത്രേ, ഇബ്നു മസ്ഊദ് മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദേ, നീയല്ലാതെ ഇന്ന് വരെ ഒരാളും എന്നോട് ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദേ, ആദ്യമായി ചോദിക്കുന്നത് നീയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് നീയാണ്. ഖബറിൽ എന്താണ് മനുഷ്യൻ ആദ്യമായി അഭിമുഖീകരിക്കുന്നത്? ഈ ഒരു ചോദ്യം നല്ല ചോദ്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദേ, ആദ്യമായിട്ട് നീയാണ് ഇത് ചോദിക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, എന്താണത്? നാളെ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ട വിഷയമാണ്. ഞാനൊരു നിസ്കാരത്തിന്റെ മസല പറഞ്ഞാൽ നിങ്ങൾക്കത് അമൽ ചെയ്യണമെങ്കിൽ സുബഹി വരെ കാത്തിരിക്കേണ്ടി വരും. ഞാനൊരു ഹജ്ജിന്റെ മസല പറഞ്ഞാൽ അടുത്ത സീസണിലെ അത് നിങ്ങൾക്ക് അമൽ ചെയ്യാൻ പറ്റുമോ? ഒരു സക്കാത്തിന്റെ മസല പറഞ്ഞാൽ നിങ്ങളുടെ തോത് ഒരു വർഷത്തേക്ക് അതിന്റെ നിസാബ് തുക എത്തിച്ചെങ്കിലേ നിങ്ങൾക്കതിന്റെ മസല ഉപകരിക്കൂ. എന്നാൽ ഈ ഖബറിന്റെ വിഷയം പറയുന്നത് അടുത്ത സെക്കൻഡിൽ ഉപകരിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഈ മജ്ലിസിൽ നിന്ന് മരണപ്പെട്ടു വീണാൽ, നമ്മളെ കൊണ്ടുപോയി പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്താൽ നമ്മൾ ആദ്യമായി കാണുന്ന സംഭവം ഇതാ, സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെയാണ് ഈ സദസ്സിന്റെ പ്രസക്തി. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, أول ما يلقى الميت إذا دخل قبره ملك اسمه റൗമാൻ. ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിലേക്ക് വെച്ചാൽ ആദ്യമായി അവൻ ഖബറിൽ കണ്ടുമുട്ടുന്നതായ ഒരു മലക്കുണ്ട്. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി ഖബറിൽ ഒരു മലക്കിനെ കണ്ടുമുട്ടും. മലക്കിന്റെ പേരാണ് റൗമാൻ. സയ്യിദുനാ റസൂലുള്ളാഹി. ഫയഖൂലു, ആ മലക്കുടനെ അവനോട് പറയുമത്രേ, യാ അബ്ദല്ലാഹ് വയാ അമത്തല്ലാഹ്. അല്ലാഹുവിന്റെ അടിമേ എഴുന്നേൽക്കണേ, ഉക്തുബ അമലക, നിന്റെ അമലുകൾ മുഴുവനും നീ രേഖപ്പെടുത്തണേ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മുട്ടുന്തലയിലുള്ള ഓരോ സഹോദര സഹോദരിമാരും ചിന്തിക്കേണ്ട വചനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഖബറിലേക്ക് ചെല്ലുമ്പോൾ ആദ്യമായി ഖബർ തുറന്നുകൊണ്ട് നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതായ മലക്ക് ഇസ്മുഹു റൗമാൻ. റൗമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുമത്രേ, യാ അബ്ദല്ലാഹ് ഉക്തുബ അമലക, അല്ലാഹുവിന്റെ ദാസാ നീ നിന്റെ അമലുകൾ മുഴുവനും രേഖപ്പെടുത്തണേ. ഫയഖൂൽ, ഉടനെ ഖബറിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന ഈ മനുഷ്യന് പറയുമത്രേ, മാ മഈ ദവാതുൻ വലാ ഖിറതാസുൻ.
എന്റെ കയ്യിൽ പേനയില്ല, എന്റെ കയ്യിൽ മഷിക്കുപ്പിയില്ല, എന്റെ കയ്യിൽ കടലാസില്ല. വലാ ദവാതുൻ വലാ ഖിർതാസുൻ വലാ കലം. പേനയില്ലാത്ത, മഷിയില്ലാത്ത, കഫൻ കുട പോലുമില്ലാത്ത, അഥവാ ഒരു പേപ്പർ പോലുമില്ലാത്ത ഞാൻ ഏത് നിലയ്ക്കാണ് രേഖപ്പെടുത്തുക? ഉടനെ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്ക് മുഖേന പറയുകയാണ്, കഫനുക ഖിർതാസുക വമിദാദുക റീഖുക വയസ്ബഉക ഖലമുക. നിന്റെ കഫൻ പുടവയാണ് നിനക്കുള്ളതാകുന്ന കടലാസ്. കഫനുക ഖിർതാസുക, നിനക്കുള്ള കടലാസ് നിന്റെ കഫൻ പുടവയാണ്, കഫൻ പുടവയാണ്. വമിദാദുക റീഖുക, നിന്റെ വായിലുള്ള ഉമിനീരാണ് നിനക്കുള്ള മഷി എന്ന് നീ അറിയണേ. വയസ്ബഉക ഖലമുക, അനങ്ങാതെ നിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന നിന്റെ കൈവിരലുകൾക്ക് ഇതാ ഞാനിതാ ആയുസ് നൽകുകയാണ്, റൂഹുദപ്പെട്ടിരിക്കുകയാണ്. ആ വിരലുകൾക്ക് ജീവൻ വെച്ചിരിക്കുകയാണ്. ആ വിരലുകളാണ് നിനക്കുള്ള പേന, നിന്റെ വിരലാകുന്ന പേന. നിന്റെ വായിൽ കിടക്കുന്ന ഉമിനീര് മഷിയാക്കിക്കൊണ്ട് നിന്റെ കഫം പുടവയാകുന്ന പേപ്പറിലേക്ക് നിന്റെ നന്മ തിന്മകൾ മുഴുവനും രേഖപ്പെടുത്തണേ എന്ന് അവനോട് മലക്കാകുന്ന റഹ്മാൻ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ. ഉടനെ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചിന്തിക്കുകയാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുമത്രേ, എന്താണ് അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ചെയ്ത അമല്? ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം ചെയ്തതാകുന്ന നന്മ തിന്മകൾ പോലെ അവന്റെ ചെറുകാലഘട്ടം മുതൽ ചെയ്തതായ എല്ലാ നന്മ തിന്മകളും അവന് പ്രായപൂർത്തിയെത്തിയ തലം മുതൽ അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല നന്മ തിന്മകളും അവന് കഫംപുടയിലേക്ക് രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഓരോരുത്തരും ചിന്തിക്കുകയാണ്, ചെറുപ്പക്കാരാകുന്ന ആളുകൾ ചിന്തിക്കുകയാണ്, അവന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ കൗമാര പ്രായത്തിൽ അവന് ചെയ്തതാകുന്ന നീച പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അവൻ വാട്സാപ്പിലൂടെ മോശമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തിയത്, ഫേസ്ബുക്കിൽ മോശപ്പെട്ട കമന്റുകൾ ഇട്ടത്, അനാവശ്യ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് നാട്ടുകാരെ, കൂട്ടുകാരെ, സമൂഹത്തിലുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, സജ്ജനങ്ങളെ, സാത്വികരാകുന്ന ഔലിയാക്കളെ കുറിച്ച് മോശമായ രീതിയിൽ കമന്റ് ഇട്ടത് എല്ലാം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുകയാണ്. നാട്ടിലുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടത്, അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങൾ കണ്ടത്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊണ്ടത് എല്ലാം അവൻ റെക്കോർഡായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം ചെയ്തതാകുന്ന നന്മ തിന്മകൾ പോലെ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ ഇരുന്നു കൊണ്ട് രേഖപ്പെടുത്തുമേ കഫം പുടവയിലേക്കെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം രേഖപ്പെടുത്തും. കഫം പുടവയിലേക്കാണ് മുഴുവൻ രേഖപ്പെടുത്താൻ. തികയത്തില്ലല്ലോ ഉസ്താദേ. 2-3 പേപ്പർ എഴുതുമ്പോഴത്തേക്കും തീരുന്നതല്ല നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ, ചെയ്തിട്ടുള്ളതാകുന്ന കാര്യങ്ങൾ. പ്രായപൂർത്തിയെത്തിയ തലം മുതലുള്ളതാകുന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും ആ കഫം പുടവയിൽ 3 കഫം പുടവയിൽ പൂർത്തിയാക്കി എഴുതും സയ്യിദുനാ റസൂലുള്ളാഹി. ആ രീതിയിൽ അതിനെ വിശാലമാക്കും. എഴുതി 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 വെക്കും, മൊത്തം എഴുതും. ഒക്കെ അവനെ കൊണ്ട് എഴുതിക്കാണ്. എല്ലാ നന്മകളും എഴുതണം, തിന്മകളും എഴുതണം. നാം ഓരോരുത്തരും നമ്മൾ ഖബറിൽ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ സംഗതിയാണിത്. സയ്യിദുനാ റസൂലുള്ളാഹി ഏതൊക്കെ നന്മകളാണ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ തിന്മകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഒന്ന് ചിന്തിക്കാൻ. അല്ലാഹു നമുക്ക് നന്മകൾ അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സുകൃതങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ലെങ്കിൽ വളരെയേറെ കൈകടിക്കേണ്ടി വരും. തിന്മകൾ അധികരിച്ചാൽ എവിടെയാണ്?
ഈ നന്മ തിന്മകൾ മുഴുവനും രേഖപ്പെടുത്തിയതാകുന്ന കഫൻ പുടവ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവനും ചുരുട്ടിയിട്ട് അതാണ് അവന്റെ പിരടിയിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അതുമായിട്ടാണ് നാളെ മഹ്ശറയിലേക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ നഗ്നപാതകനായി ശരീരത്തിൽ നൂലിര പോലും വസ്ത്രമില്ലാതെ വിവസ്ത്രനായി ഓരോ സഹോദര സഹോദരിമാരും ഈ ഖബറിൽ വെച്ചുകൊണ്ട് എഴുതിയതാകുന്ന കഫൻ പുടവ അവന്റെ ചുമരിൽ അള്ളാഹു ചുരുട്ടി വെച്ചു കൊടുത്തിരിക്കുന്നു. അതുമായിട്ടാണ് മഹ്ശറയിലേക്ക് വരിക. വിശുദ്ധ ഖുർആൻ അതുമായിട്ടാണ് വരിക. ഈ എഴുതിയിട്ടുള്ള എല്ലാ നന്മ തിന്മകളും പരിശുദ്ധ ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോഴേക്ക് ഖബറിൽ നിന്ന് ജനങ്ങൾ മഹ്ശറയിലേക്ക് തെളിക്കപ്പെടുകയാണ്. ജനങ്ങൾ മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. ആരാണടാ ഞങ്ങൾ ഉണക്കിൽ നിന്ന് ഉണർത്തിയത് എന്ന നിലയ്ക്ക് ജനങ്ങളിതാ മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. യഹ്ശുറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉറലാ ശരീരത്തിൽ നൂലിന പോലും വസ്ത്രമില്ലാത്ത വിവസ്ത്രരായിട്ടായിരിക്കും മഹ്ശറയിലേക്ക് ജനങ്ങളെ തെളിക്കപ്പെടുക. കാലിൽ ഒരു ചെരുപ്പ് പോലുമില്ല, പാദരഹിതരായിട്ടാണ്, ചെരുപ്പില്ലാതരായിട്ടാണ് മഹ്ശറയിലേക്ക് ജനങ്ങൾ കടന്നു വരുക. നഗ്നപാതകരായി ശരീരത്തിൽ നൂലിന പോലും വസ്ത്രമില്ലാത്തവരായി മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അവന് ചെയ്തതാകുന്ന സകല നന്മ തിന്മകളും കഫൻ പുടവയിലേക്ക് ഖബറിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാകുന്ന സർവകാര്യങ്ങളും അള്ളാഹു അവന്റെ കഫൻ പുടവയാക്കി അവന്റെ ചുമരിൽ വെച്ച് വെച്ചിരിക്കുകയാണ്. അതുമായിട്ട് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുമത്രേ. അതാണ് അവന് കിതാബായി നൽകപ്പെടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നമസ്കരിച്ചവൻ, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ചവൻ, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തിട്ടുള്ളവൻ, ഈ ദുനിയാവിൽ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവൻ, ഈ ദുനിയാവിൽ നിരാലംബർക്ക് അവലംബമായവൻ, ഈ ദുനിയാവിൽ നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തവൻ, ഈ ദുനിയാവിൽ ഒരുപാട് പട്ടിണി പാവങ്ങൾക്ക് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കത്തക്ക വിധത്തിൽ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ളതാകുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ അധികരിക്കപ്പെട്ട നിലയ്ക്ക് അവരുടെ വലത് കൈയിലേക്ക് ഏട് നൽകപ്പെടുകയാണ്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂൽ ഹാഉം ഖറഊ കിതാബിയാ ഇന്നി ളനതു അന്നി മുലാഖിൻ ഹിസാബിയാ ഫഹുവ ഫീ ഐശത്തിർ റാദിയാ ഫീ ജന്നത്തിൻ ആലിയാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നന്മ ചെയ്തതാകുന്ന ആളുകൾ അവരുടെ വലത് കൈയിലേക്ക് ഏട് നൽകപ്പെടുകയാണ്.
അവരുടനെ തന്നെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുമത്രേ, യാ ലൈതനി, യാ അല്ലാഹുവേ പടച്ചറബ്ബേ, ഹാ ഉഖറഉ കിതാബിയ, ഓടി വരണേ, നിങ്ങൾ എൻ്റെ ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കണേ കൂട്ടുകാരെ. ജനങ്ങളെ വിളിച്ചുകൊണ്ട് സന്തോഷം പങ്കിടുന്ന വേളയാണ്. ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ വിചാരിച്ചു വലിയതാകുന്ന വിചാരണയ്ക്ക് ഞാൻ പാത്രീഭൂതനാകുമെന്ന് വിചാരിച്ചവനാണ്. വലിയ വിചാരണ നേരിടേണ്ടി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചവനായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹം ചെറുതല്ല, ചെറുതല്ല. എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ് കൂട്ടുകാരെ. അതുകൊണ്ട് കടന്നു വരൂ. ഇഖ്റഊ കിതാബിയ, ഇഖ്റഊ കിതാബിയ, എന്റെ ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കണേ, വായിച്ചു നോക്കണേ. ഞാൻ നിസ്കരിച്ചത്, ഞാൻ നോമ്പ് പിടിച്ചത്, ഞാൻ സക്കാത്ത് കൊടുത്തത്, ഞാൻ ഹജ്ജ് ചെയ്തത്, ഞാൻ ഈ ദുനിയാവാകുന്ന കുറഞ്ഞ കാലഘട്ടത്തിൽ ഏതെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ ആ നന്മകളെല്ലാം രേഖപ്പെടുത്തിയതാകുന്ന ഗ്രന്ഥമാ ഇഖ്റഊ കിതാബിയ. എന്റെ ഈ കിതാബ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഓടിവാ, ഓടിവാ എന്ന് പറഞ്ഞവൻ സന്തോഷിക്കും, അവൻ ആനന്ദിക്കും. കാരണം അവന് വലത് കയ്യിൽ കിതാബ് നൽകപ്പെട്ടിരിക്കുകയാണ്. അവൻ ദുനിയാവിൽ സുകൃതം ചെയ്തവനാണ്. അല്ലാഹു ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മറ്റൊരു വിഭാഗം ഇടത് കൈയിലേക്ക് കിതാബ് രേഖപ്പെടുത്താം. ഇതേതാണ് ഈ കിതാബ്? കഫം പുടവയിലേക്ക് നന്മത്തിന്മകളെ രേഖപ്പെടുത്തി വെച്ചിരിക്കാൻ, ഇവൻ തന്നെ റെഡിയാക്കി വെച്ചിരിക്കാൻ. അത് വേർതിരിച്ചിട്ട് മലക്കുകൾ കൊടുത്താൽ മതി. അതാണ് ഖുർആൻ പറഞ്ഞത്, വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉലുഖിഹി, അവന്റെ പിരടിയിൽ വെച്ചുകൊണ്ട് നാം കെട്ടിയിരിക്കുന്നതായ അവന്റെ ഗ്രന്ഥത്തെ നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് തുറന്നു കാണിക്കുകയാണ്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ, അവന്റെ ഇടത് കൈയിലേക്ക് നൽകപ്പെട്ട ഗ്രന്ഥമായി അവന്റെ നെഞ്ച് പിളർന്നുകൊണ്ട് അവന്റെ പിൻഭാഗത്തൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മോശപ്പെട്ട ആളുകൾക്ക്, തിന്മയുടെ ആളുകൾക്ക് കിതാബ് നൽകുക. അവന് നൽകപ്പെടുകയാണ്. അവനോട് പറയുകയാണ്, ഇഖ്റ കിതാബക, നിന്റെ കിതാബൊന്ന് വായിക്കണേ, വായിക്കണേ. اقرأ كتابك كفى بنفسك اليوم عليك حسيبا, നിന്റെ ശരീരത്തെ വിചാരണ നടത്താൻ ഏറ്റവും നല്ല ദിനമാണിത്. നീ നിന്റെ ഗ്രന്ഥമൊന്ന് വായിക്കണേ എന്ന് അവനോട് പറയപ്പെടുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വായിക്കാൻ കഴിയുമോ? നീചമായ പ്രവർത്തനങ്ങളല്ലേ ചെയ്തിരിക്കുന്നത്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയാ, ഇടത് കൈയിൽ കിതാബ് നൽകപ്പെട്ടതായ ആളുകൾ അവർ വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ എനിക്ക് കിതാബ് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹ് യാ ലൈതനി ലം ഊത കിതാബിയാ, എനിക്ക് കിതാബ് വേണ്ട റബ്ബേ, എനിക്ക് കിതാബ് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. എന്തുകൊണ്ടാണ്? വലം അദിരി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാളിയാ മാ അഗ്നാ അന്നി മാലിയാ. ഞാൻ എന്റെ ജീവിതം മുഴുവനും അടിച്ചു പൊളിച്ചവനാണ്. ദുനിയാവിൽ സമ്പത്ത് മുഴുവനും ദൂർത്തടിച്ചവനാണ്, ദുർവ്യയം ചെയ്തവനാണ്.
മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവനാണ്. നാട്ടുകാരെ കൊണ്ട് അനാവശ്യമായ കമന്റുകൾ രേഖപ്പെടുത്തക്ക വിധത്തിൽ എന്റെ സമ്പത്ത് ഞാൻ ദൂർത്തടിച്ചവനാണ്. കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ ദൂർത്തടിച്ചവനാണ്. എത്രയോ പേക്കൂത്തുകൾ ഞാൻ കാണിച്ചവനാണ്. അല്ലാഹ്, പുതിയാപ്പള കടന്നു വരുന്ന രീതിയിൽ എത്ര മോശമാകുന്ന രീതിയിലുള്ള നാട്ടുകാരെ മുഴുവനും പറയിപ്പിക്കക്ക വിധത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തവനാണ്. അല്ലാഹ്, ഹലകന്നി സുൽത്താനിയാ, ഇന്ന് എന്റെ അധികാരം മുഴുവനും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന റബ്ബേ, മാ അഗ്നാ അന്നീ മാലിയാ, എന്റെ സമ്പത്ത് എനിക്ക് ഐശ്വര്യമാക്കുന്നില്ല. അല്ലാഹ്, ദുനിയാവിൽ ഞാൻ സമ്പത്ത് കൊണ്ട് ആളുകൾക്ക് വില പറഞ്ഞവനാണ്. ദുനിയാവിൽ ഞാൻ ഒരുപാട് മോശമായ രീതിയിൽ എന്റെ സമ്പത്ത് ദൂർത്തടിച്ച് ചെലവഴിച്ചവനാണ്. എന്റെ നാട്ടുകാർക്ക് പേരുദോഷം വരത്തക്ക വിധത്തിൽ വരെ മോശമായ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയവനാണ്. താഴ്ന്ന ജാതിക്കാരെ അവഹേളിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവനാണ്. അല്ലാഹ്, മോശമായ രീതിയിൽ കല്യാണത്തിന്റെ പേക്കൂത്തുകൾ ഞാൻ കാണിച്ചുകൊണ്ട് നടന്നവനാണ്. അല്ലാഹ്, ഹലകന്നി സുൽത്താനിയാ, ഇന്ന് എന്റെ അധികാരം മുഴുവനും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി റബ്ബേ, എല്ലാം ഇല്ലാതായി പോയ അല്ലാഹ്, എനിക്കെന്റെ ഹിസാബൊന്ന് കഴിഞ്ഞു കടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുകയാണ്. എനിക്ക് ഈ കിതാബ് വേണ്ട, എനിക്ക് ഈ കിതാബ് വേണ്ട. ഇടത് കൈയിലേക്ക് കിതാബ് നൽകപ്പെട്ടവൻ അവന്റെ ഏടുകൾ വായിച്ചു നോക്കുമ്പോ അവൻ ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങൾ വ്യക്തമായി കാണുകയാണ്. അവൻ കള്ളു കുടിച്ചത് കാണുകയാണ്, അവൻ വിചരിച്ചത് കാണുകയാണ്, അവന് സിനിമ കണ്ടത് കാണുകയാണ്, അവന് സീരിയൽ ദർശിച്ചത് കാണുകയാണ്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയത് കാണുകയാണ്, തന്റെ കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് മോശമായ രീതിയിൽ സമ്പത്ത് ചെലവഴിച്ചത് കാണുകയാണ്, അന്യ പെണ്ണുമായി സംസാരിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയത്, സൊറ പറഞ്ഞുകൊണ്ട് കായലിലും കരണിയും ഒക്കെ സമയങ്ങൾ ചെലവഴിച്ചതെല്ലാം അവൻ നേർക്ക് നേരെ കാണുകയാണ്, അവന്റെ ഗ്രന്ഥത്തിലൂടെ വായിക്കുകയാണ്. ആ സമയത്ത് അവൻ വിളിച്ചു പറയുന്നു, മാ അഗ്നാ അന്നീ മാലിയാ, സമ്പത്ത് കൊടുത്തുകൊണ്ട് നേടാൻ ഈ ആഖിറം എനിക്ക് സാധ്യമല്ലല്ലോ റബ്ബേ, നിന്നെ വിലക്കെടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അല്ലാഹ്. ദുനിയാവ് വിലക്കെടുത്തവനാണ്, ഈ ആഖിറം വിലക്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ റബ്ബേ. അവനവന്റെ ഏട് വായിച്ചുകൊണ്ട് ഖേദിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ.